പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവരും ക്ഷേമത്തോടെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ എല്ലാവരെയും സൂക്ഷിക്കുകയും മറയ്ക്കുകയും ചെയ്യട്ടെ. ഇന്ന് വാതിൽ തുറക്കുന്ന, നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വാതിൽ, അത് എത്ര പ്രബലനായ ശത്രു നിങ്ങളുടെ മുന്നിൽ അടച്ചാലും നിങ്ങൾക്ക് വേണ്ടി ആ വാതിൽ തുറക്കുവാനായിട്ട് എൻ്റെ ദൈവം സർവശക്തനാണ്. ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാമെങ്കിൽ നാളുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ, ഇനി ഒരിക്കലും തുറക്കുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഈ ദൈവത്തെക്കുറിച്ചാണ്, ഈ ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്ന് ദൈവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിന്റെ മുന്നിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കുവാനായിട്ട് എൻ്റെ ദൈവം സർവശക്തനാണ്. എന്നാൽ ശത്രു നിനക്ക് വിരോധമായിട്ട് ചില പദ്ധതികൾ മെനയുമ്പോൾ, ശത്രു തുറക്കുന്ന ചില വാതിലുകൾ നിനക്ക് വേണ്ടി അടയ്ക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവം തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ദൈവം അടച്ചാലോ അത് തുറക്കുവാനായിട്ട് ഒരു ശക്തിക്കും സാധ്യമല്ല. നാളുകളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികളോട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. അടഞ്ഞിരിക്കുന്ന നിന്റെ ഉദരത്തെ തുറക്കുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നാളുകളായിട്ട് നിങ്ങൾ മനോവ്യസനത്തോടെ, നിങ്ങൾ ഭാരത്തോടെ, പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, വരും ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ഈ ദൈവം വിശ്വസ്തനാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ നമുക്ക് ഇസഹാക്കിനെ കാണുവാനായിട്ട് സാധിക്കും. ഏകദേശം 40-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് റെബേക്കയെ വിവാഹം കഴിച്ചു. എന്നാൽ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതേക്കുറിച്ച് ദൈവവചനം എഴുതിയിരിക്കുന്നത് റെബേക്ക വന്ധ്യയായിരുന്നു എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ സയൻസ് അനുസരിച്ച് റെബേക്കയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. മെഡിക്കൽ സയൻസ് അടച്ചു വെച്ചിരിക്കുന്നതിനെ തുറക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയും. റെബേക്ക വന്ധ്യയായിരുന്നു. റെബേക്കയുടെ ആ വേദന ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇസഹാക്കായിരുന്നു. ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് റെബേക്ക പല തവണയായിട്ട് കുത്തുവാക്കുകൾ, പരിഹാസത്തിൻ്റെ വാക്കുകൾ ഇതൊക്കെ കേട്ട് കാണും. ഈ വേദനകൾ, റെബേക്കയുടെ ആ വേദനകൾ ആഴത്തിൽ അറിയാവുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇസഹാക്കായിരുന്നു. ഇസഹാക്ക് ദൈവത്തെ അടുത്തറിയുന്ന മനുഷ്യനാണ്. ദൈവത്തെ തൊട്ട് രുചിച്ചു നോക്കിയ മനുഷ്യനാണ്. ദൈവത്തിന് എങ്ങനെ യാഗമർപ്പിക്കണം എന്ന് അറിയാവുന്ന മനുഷ്യനാണ്. റെബേക്കയുടെ വേദന അറിഞ്ഞ ഇസഹാക്ക് റെബേക്കയ്ക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിനു വേണ്ടി, തനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നീ ദൈവത്തെ അറിയാവുന്ന ഒരു ഇസഹാക്കാണ് എങ്കിൽ, ശത്രു നിന്റെ മുന്നിൽ ചിലത് അടച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നീ ദൈവത്തോട് ചോദിക്കണം. നീ ദൈവസന്നിധിയിൽ ദൈവത്തോട് സംസാരിക്കണം. അവിടെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് ശത്രു അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇസഹാക്ക് റെബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവയായ ദൈവം ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ചില വിഷയങ്ങൾ ഇന്ന് പകലിൽ ശത്രു അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാനായിട്ട് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരം തരുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. മാത്രമല്ല, ഇസഹാക്ക് ഒരു കുഞ്ഞിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കാം. എന്നാൽ റെബേക്കയുടെ ഉദരത്തിൽ ദൈവം കൊടുത്തത് 2 കുഞ്ഞുങ്ങളെയായിരുന്നു. നീ ചിന്തിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് നിനക്ക് തരുവാനായിട്ട്
ഈ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഉദരം അടഞ്ഞിരിക്കുകയാണെങ്കിൽ, ശത്രു അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ, തലമുറയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ഈ സമയത്ത് ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ ദൈവം അടച്ചതിനെ തുറക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. തലമുറകളെ നൽകി, ഉദരഫലത്തെ നൽകി അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം നിങ്ങളുടെ അടഞ്ഞിരിക്കുന്ന, ശത്രു അടച്ചു വെച്ചിരിക്കുന്ന ആ ഉദരത്തെ ഇന്ന് തൊട്ട് ഒരു അത്ഭുതമായ വിടുതൽ തരുവാൻ എൻ്റെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാട്ടെ. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം ആഗതമായിരിക്കുകയാണ്. രണ്ടാമതായിട്ട്, തൊഴിൽ മേഖലയിൽ ശത്രു അടച്ചു വെച്ചിരിക്കുന്ന ചില വാതിലുകളെ എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. ചില മണ്ഡലങ്ങളെ ദൈവം പൊളിച്ച് നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പഴയ നിയമത്തിലെ ദാനിയേൽ എന്ന് പറയുന്ന ദൈവമനുഷ്യനെ നമുക്കറിയാം. നെബൂഖദ്നേസറിൻ്റെ കാലഘട്ടത്തിൽ യെരൂശലേമിനെ ആ രാജാവ് കീഴടക്കിയതിനു ശേഷം യഹൂദന്മാരുടെ ആലയത്തിലെ ചില വിശിഷ്ട പാത്രങ്ങളും രാജസന്തതികളിൽ കുലീനന്മാരായ അംഗഭംഗമില്ലാത്ത ചിലരെയും ചില ബാലകന്മാരെയും പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് പോയി. ആ കൂട്ടത്തിലുള്ള ഒരു ബാലകനായിരുന്നു ദാനിയേൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ദാനിയേൽ അടിമയായി പിടിച്ചു കൊണ്ടുപോകപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ പിന്നീട് കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ ബേൽശസ്സർ രാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ അതിനെ വളരെ വ്യക്തമായിട്ട് ഈ ദാനിയേൽ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ വ്യാഖ്യാനിച്ചു കൊടുത്തു. ദാനിയേൽ എന്തൊക്കെ പറഞ്ഞോ അത് അച്ചിട്ടതുപോലെ നെബൂഖദ്നേസർ രാജാവിൻ്റെ ജീവിതത്തിലും ബേൽശസ്സർ രാജാവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചപ്പോൾ ബേൽശസ്സർ രാജാവ് ദാനിയേലിനെ തൻ്റെ രാജ്യത്തിലെ മൂന്നാമനാക്കി ഉയർത്തി. അടിമയായ ഒരു ബാലച്ചെറുക്കൻ, ശത്രു അവൻ്റെ മുന്നിൽ മുന്നേറുവാനുള്ള സകല വഴികളും അടച്ചുവെച്ചു എങ്കിൽ, അടച്ചുവെച്ചതിനെ ഒരു നിശ്ചിത സമയത്ത് തുറന്നുകൊണ്ട് അവന് വേണ്ടി പുതുവഴികളെ ഒരുക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ചില വഴികൾ ഇന്ന് ഒരുപക്ഷെ ശത്രു അടച്ചു വെച്ചിരിക്കുകയാകാം. തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഇനി എന്ത്, എങ്ങനെ എന്ന് നീ ആകുലപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. യെസ്, നിനക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുവാൻ, ശത്രു അടച്ചു വെച്ചതിനെ, നീ പോലും മറന്നു കളഞ്ഞതിനെ തുറക്കുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഈ ദിവസങ്ങളിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ ദൈവം എൽ ഷദായിയാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്. മൂന്നാമതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന ചില പണികളെ പുനഃസ്ഥാപിക്കുവാൻ, വീണ്ടും തുടങ്ങുവാനായിട്ട് ഈ ദൈവം വിശ്വസ്തനാണ്. നാളുകളായിട്ട് ശത്രു മുടക്കി വെച്ചിരിക്കുന്നതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹമുണ്ടായിട്ടും നടത്തുവാൻ സാധിക്കാതെ, വഴികൾ തുറക്കാതെ നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി പുതുവഴികളെ തുറക്കുവാൻ, അല്ല, ശത്രു അടച്ചു വെച്ചിരിക്കുന്നതിനെ തുറക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നമുക്കറിയാം, നെഹമ്യാവിൻ്റെ കാലത്ത് യെരൂശലേം മതിൽ ഇടിഞ്ഞു കിടക്കുകയായിരുന്നു. അത് പണിയുവാനായിട്ട് അവൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു ആഗ്രഹം കൊടുത്തു. ഈ മതിൽ പണി തുടങ്ങിയ സമയം മുതൽ ശത്രുക്കൾ അതിനു വിരോധമായിട്ട് ആലോചന തുടങ്ങി. എന്നാൽ നെഹമ്യാവ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ തന്നെ നോക്കിക്കൊണ്ട് അതിൻ്റെ പണി നടത്തുകയും ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റത് നിമിത്തം, ദൈവം അവരോട് കൂടെ ഇരുന്നത് നിമിത്തം ശത്രുവിൻ്റെ സകല പദ്ധതികളെയും മറിച്ചു കളഞ്ഞ് അവർ വെറും 52 ദിവസം കൊണ്ട് ആ മതിലിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങിവെച്ച ചിലതിനെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശത്രു അടച്ചു വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് എങ്കിൽ, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും അത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. കാരണം എൻ്റെ ദൈവം അടഞ്ഞതിനെ തുറക്കുന്ന ദൈവമാണ്.
അഥവാ ശത്രു നിങ്ങൾക്ക് വിരോധമായിട്ട് ചില പദ്ധതികൾ, ചില ആയുധങ്ങൾ, ചില വഴികൾ അവൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ശത്രുവിൻ്റെ വഴികളെ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഗമനത്തെ സ്ഥിരമാക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അവനിൽ ആശ്രയിച്ചുകൊണ്ട്, അവനിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമോ? ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ നല്ല ദൈവമേ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ശത്രു അടച്ചു വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളെ ഇന്ന് പകലിൽ അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ ശക്തിയാൽ അവിടുന്ന് തുറയ്ക്കുന്ന വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അവർക്ക് വിരോധമായി ശത്രു മെനയുന്ന സകല പദ്ധതികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ ക്യാൻസൽ ചെയ്യുന്നു. അവർക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല എന്ന മാറ്റമില്ലാത്ത വചനം അവരുടെ ജീവിതത്തിന്മേൽ ഇടുന്നു. അത് അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രക്തത്തിൻ്റെ മറവിൽ മറച്ച് അനുഗ്രഹിക്കുന്നു. മുഴുമഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.